ഇഷ്ടപ്പെട്ട രണ്ടുപേരുടെ അഭിനയം നല്ല ഉഗ്രനായിരുന്നു. ഞാൻ ആസിഫ് അലി ഇറങ്ങി വന്ന ഉടനെ ഞാൻ കൈ കൊടുത്തു, സുരാജിനും കൈ കൊടുത്തു. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം അത്. കണ്ണു നിറഞ്ഞും പോയി. ഒത്തിരി ചിരിച്ചു അവിടെ ഇരുന്ന്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് കൊണ്ടേ വരാം. 30 വർഷത്തിന് മുമ്പ് സിനിമ കണ്ടിട്ടുള്ള യാദൃച്ഛമായിട്ട് ഞാൻ അത്രയ്ക്ക് സന്തോഷിക്കുകയാണ്. കുടുംബങ്ങൾക്കൊക്കെ ഒന്ന് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ, ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയായിരിക്കും. പിന്നെ ഉഗ്ര സിനിമ, എല്ലാരും വന്ന് കാണണമെന്ന് ഞാൻ അറിയാവുന്നവരോടെല്ലാം പറയും. എല്ലാരും വന്ന് കണ്ട്. ആദ്യമായിട്ട് എൻ്റെ മോൻ ഇത് സംവിധാനം ചെയ്തതെന്ന് പറയത്തില്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണ് തോന്നുന്നത് അത് കണ്ടിട്ട്. അത്ര സന്തോഷമുണ്ട്. ഫുൾ ടീം ട്രാവൽ മൂവി ആയത് കാരണം കൂടുതലും അവരുടെയാണ് കോംബോ. കാരണം രണ്ടുപേരും കൊള്ളാം, കോമഡി ഇല്ല, ആവശ്യത്തിന് കോമഡി ഉണ്ട്, എന്നാൽ സെന്റിമെന്റ്സും ഉണ്ട്, എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. സുരേഷ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. സാറ്റിസ്ഫൈഡ്. ഫാമിലി മൂവിയാണോ? യെസ്, ഫാമിലിയും കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓവറോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നതാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സും ഉണ്ട്, എല്ലാം പേര് പോലും വെളിപ്പെടുത്താണ്ട് അവസാനം വരെയുള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റോറി. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അവസാനം വരെ പേര് വെളിപ്പെടുത്താണ്ട് തന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് തന്നെ അവർ നമ്മളൊരു ബന്ധം രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. നോർമൽ ഓഡിയൻസിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് നല്ലോണം എല്ലാവർക്കും എന്റർടൈനിങ് ആയിരിക്കും. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ അത്യാവശ്യം നല്ലോണം എല്ലാ സ്ഥലത്തും ഹ്യൂമറൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എന്താ പറയാ, എല്ലാത്തിലും അവർ പറയുന്ന ചില ഹ്യൂമറൊക്കെ നമുക്ക് ക്ലിക്ക് ആവാൻ കണക്ട് ആവും. അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും നല്ലോണം സെറ്റ് ആവും, എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലോണം എന്റർടൈനിങ് ആയിട്ട് സിനിമ തന്നെ. സുരാജേട്ടന്റെ പഴയ കോമഡിയൊക്കെ ആ ഒരു ടൈപ്പ് സുരാജേട്ടനാണ്? ഏത് ടൈപ്പ് ജോണറാണ് പടം? ഏതൊരു ജോണറാ പടം? ഇത് കോമഡിയാണോ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ? ഏതായാലും കണ്ടോണ്ടിരിക്കാം. ആദ്യമായിട്ട് അഭിനയിക്കുന്നു. നന്നായിരുന്നു. പഴയ സുരാജേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? അതെ, കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. ഇമോഷണൽ. ഇഷ്ടപ്പെട്ടതല്ലേ 2.5 മണിക്കൂർ? നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. കണ്ടോണ്ടി ചിരിക്കാനൊക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. 2.5 മണിക്കൂർ ബോറൊന്നും ഇല്ല. അടിപൊളിയാണ്. കുറെ കാലമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അഭിനയം നന്നായിട്ടുണ്ട്, രണ്ടുപേരുടെ അഭിനയം. അതുപോലെ തന്നെ കഥ, തങ്കത്തിന്റെ കഥ സൂപ്പർ കഥ, നന്നായി. ഒരു ലാഗിങ്ങും ഇല്ല. അടിപൊളി സൂപ്പർ. കോമഡിയാണോ സിനിമ? കോമഡി ഉണ്ട്, സീരിയസും ഉണ്ട്. അടിപൊളി. ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്നത്. അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. ട്രാക്ക് പോയിട്ടില്ല, ഒരു രക്ഷയില്ല. മസ്റ്റായിട്ടും യൂത്തിന് ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റി കിട്ടില്ല പടമാണ്. ആസിഫിന്റെ 2ാം വരവ് തന്നെ തിരിച്ചു വരവാണ്. 2.5 മണിക്കൂർ ലാഗ് അടിപ്പിക്കില്ല, പക്കായിട്ട് കാണാൻ പറ്റും, എന്റർടൈൻ ചെയ്യാൻ പറ്റും. കിട്ടില്ല പോലെ ക്ലൈമാക്സ് ഒന്നും പറയാനില്ല, നല്ല ഫീലിംഗ്, ഇമോഷൻസ് വെച്ചാൽ എല്ലാം ഉള്ള പടം. നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റും. 2.5 മണിക്കൂറിൽ സ്ലോ ഫീൽ ചെയ്തോ? ഇല്ല, ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നല്ല പക്കായിട്ട് കെമിസ്ട്രി കണ്ടത്. കൂളി കെമിസ്ട്രി, ഒരു രക്ഷയില്ലാത്ത കെമിസ്ട്രിയാണ്. നല്ല രസമായിട്ട് എത്തിയിട്ടുണ്ട്. ഡയറക്ടർ നല്ല പീസായിട്ട് നല്ല ഇതുണ്ട്, പക്ക മേക്കിങ്, നല്ല ഓളിനുള്ള എല്ലാം പറ്റും. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിട്ടുണ്ട്. നൈസ്. യൂത്തിന് മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റിയ, ശരിക്കും പണം ഉള്ളത് വന്ന് കാണേണ്ട പടം തന്നെ. ഹിറ്റ് അടിക്കും. സൂപ്പർ പടം, അടിപൊളി പടം. ചെയ്ത പടമാണ് അഡിഗോസ്. അടിപൊളി. ഞങ്ങളെ കണ്ണ് നനച്ച പടം പറയാം. കണ്ണു നിറഞ്ഞു പോയാൽ അടിപൊളി. അവസാനം